സർ, മാധ്യമപ്രവർത്തകൻ മാത്യു സാമുവലിൻ്റെ മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് ബാൻ വരികയുണ്ടായല്ലോ. അത് എന്താണ് അതിൻ്റെ കാരണം? അതെന്താണ് സാറിന് വിശദീകരിക്കാമോ? അതിൻ്റെ ആദ്യത്തെ കാരണമെന്ന് പറയുന്നത്, അദ്ദേഹം ഒരു 2-3 വീഡിയോകൾ ചെയ്തു. ആ വീഡിയോകളിലെ കണ്ടന്റ് എന്ന് പറയുന്നത്, ഒന്ന് ഇന്ത്യൻ സൈന്യത്തിൻ്റെ, അതായത് നമ്മുടെ ഫൈറ്റർ ജെറ്റുകളിൽ 3 എണ്ണം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു താഴേക്ക് എന്നുള്ളതാണ് ആദ്യം ചെയ്ത വീഡിയോ. പിന്നീട് രണ്ടാമത് ചെയ്തൊരു വീഡിയോ എന്ന് പറയുന്നത് 5 എണ്ണം എന്നുള്ള നിലക്ക് പറഞ്ഞു. പിന്നെ ഇത് മൂന്നാമത്തെ വീഡിയോ എത്തിയപ്പോഴത്തേക്കും അത് 7 എണ്ണം എന്നുള്ള നിലക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിൻ്റെ മൊറയിൽ തകർക്കുന്ന രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷബീർ അദ്ദേഹം പരാതി കൊടുത്തു എന്നാണ് എനിക്കറിയാൻ കഴിയുന്നൊരു കാര്യം. ഞാനിത് ചോദിക്കുന്നതിന് വേണ്ടി മാത്യു സാമുവൽ സാറിനെ വിളിച്ചിരുന്നു. അദ്ദേഹം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഞാനുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ചാനലിലൊക്കെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ നാരദ ന്യൂസിലും പിന്നീട് മാത്യു സാമുവൽ ഒഫീഷ്യലിലൊക്കെ ആളുകളില്ലാതെ വന്നപ്പോൾ പലപ്പോഴും ഞാൻ ചെന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റു പല കാര്യങ്ങളുടെ ഇടക്ക് അവിടെ ചെന്ന് സഹായിക്കാവുന്ന തരത്തിൽ വീഡിയോകളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ആ ചാനൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പോലീസ് ആക്ഷൻ എടുത്തതാണോ അതോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടിയാണോ എന്നുള്ളത് നമുക്ക് അത്ര ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല എന്നാണ് പറയാനുള്ളത്. കാരണം അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തെ കിട്ടിയില്ല. പക്ഷേ ഇതിൽ പറ്റിയത് ഒരു വലിയ തെറ്റാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കാര്യം, അത് അദ്ദേഹത്തെ പോലെ ആൾ ക്രോസ് ചെക്ക് ചെയ്യാതെ എങ്ങനെ പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഈ കാലത്തെ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം ക്രോസ് ചെക്ക് ചെയ്യാതെയും അങ്ങനെ എക്സ്ട്രീം പോയിന്റിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അതിലേറ്റവും അവസാനത്തേതാണിത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, അദ്ദേഹം പറയുന്ന 3 ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ 5 എണ്ണം വെടിവെച്ചിട്ടു എന്ന് പറയുന്നു. അതിൽ 3 എണ്ണം റഫേലാണ്, 1 എണ്ണം സുഖോയി ആണ്, 1 എണ്ണം മിഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇത് പറയുമ്പോൾ ഷിബിലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി ഇന്നലെ വീഡിയോ ചെയ്തതാണ്. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ഈ പറയുന്ന പോലെ സിന്ദൂർ 1.0 എന്ന് പറയുന്ന ആക്രമണം നടത്തിയത് നമ്മളുടെ ഒരു ഫൈറ്റർ ജെറ്റുകൾ പോലും ഇന്ത്യൻ അതിർത്തി വിട്ട് അപ്പുറത്തേക്ക് പോയിട്ടില്ല. കാരണം നമ്മൾ ഇവിടെ നിന്ന് യഥാർത്ഥത്തിൽ സ്കാൾപ്പ് മിസൈലുകൾ അയച്ചിട്ടാണ് ഈ ആക്രമണം നടത്തിയത്. ഈ സ്കാൾപ്പ് മിസൈലുകൾക്ക് 300-350 കിലോമീറ്ററൊക്കെ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന 120 കിലോമീറ്ററൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ ഈ ഫൈറ്റർ ജെറ്റ് ക്യാരി ചെയ്യാവുന്ന മിസൈൽസാണ്. അപ്പോൾ ആ മിസൈലുകളൊക്കെ തന്നെ നമ്മൾ ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് നമുക്കറിയാലോ. ബഹവൽപൂരിലാണ് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ആക്രമണം നടത്തിയത്. അത് തന്നെ ഇന്ത്യൻ ബോർഡറിൽ നിന്ന് 100 കിലോമീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഞാനതൊക്കെ വിശദമാക്കിയതാണ്. 8 കിലോമീറ്റർ മുതൽ 12 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും ഈ പറയുന്ന പോലെ ഫ്ലൈറ്റുകൾ നമ്മുടെ ബോർഡർ കടന്ന് അപ്പുറത്തേക്ക് പോയിട്ടില്ല. പിന്നെ അപ്പുറത്തേക്ക് പോകാത്ത ഫ്ലൈറ്റുകളെ, പിന്നെ ഇടയ്ക്ക് അദ്ദേഹം പറയുന്നൊരു വാചകം ഞാൻ കേട്ടു, പാകിസ്ഥാൻ്റെ ഫ്ലൈറ്റുകൾ വന്ന് അടിച്ചിട്ടത് ഇതിൻ്റെ പുറകെ വന്ന് അടിച്ചിട്ടതാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഇതെന്താണ് കാര്യമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് പാകിസ്ഥാൻ്റെ ഒരു അവകാശവാദമായിരുന്നു. പാകിസ്ഥാനിലെ ആർമിയും മിലിറ്ററിയും അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ ചൈനീസ് മാധ്യമങ്ങളൊക്കെ ഇത്തരത്തിലൊക്കെ വാർത്ത കൊടുത്തിരുന്നു. അപ്പോൾ അത് ഇവരെ ഉദ്ധരിച്ചുകൊണ്ട് ഗാർഡിയനും അതുപോലെ തന്നെ ദ ടെലഗ്രാഫും പോലെയുള്ള ചില പത്രങ്ങളും ഒക്കെ തന്നെ, അല്ലെങ്കിൽ റോയിറ്റേഴ്സ് എന്ന് പറയുന്ന ഏജൻസിയും ഒക്കെ തന്നെ വാർത്ത കൊടുത്തിരുന്നു. പക്ഷേ ഇദ്ദേഹം അതിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം തന്നെ അവിടെയുള്ള ചില ഗ്രാമീണരുമായി സംസാരിച്ച് ഇത് ഉറപ്പുവരുത്തിയെന്നും ചില ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ഇദ്ദേഹത്തോട് കൺഫേം ചെയ്തു എന്നുമൊക്കെയാണ് പറഞ്ഞത്. പിന്നെ കൂടാതെ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, 2-3 വീഡിയോയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറയുന്നത്, ഇതെന്തുകൊണ്ടാണ് എങ്കിൽ ഇന്ത്യൻ മാധ്യമങ്ങളൊന്നും കൊടുക്കാത്തതെന്നൊക്കെ താഴെ കമൻറ്റ് വരുമല്ലോ ഷിബിലെ. അപ്പോൾ അങ്ങനെ കമൻറ്റുകൾ വന്നപ്പോൾ അതിന് അദ്ദേഹം പറയുന്നത്, അത് അവരോട് ചോദിക്കണം, അല്ലാതെ എന്നോടല്ല ചോദിക്കേണ്ടത് എന്നുള്ള നിലക്ക് പറയണ്ടേ. അപ്പം അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു തെറ്റായ പ്രചരണത്തിന് എങ്ങനെയാണ് ഇറങ്ങിച്ചെന്നത് എന്നെനിക്കറിയില്ല. അപ്പം ഞാൻ ഇതിനു മുൻപും അദ്ദേഹം പക്ഷേ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ എനിക്ക് കടുത്ത വിയോജിപ്പാണുള്ളത്. ഇപ്പോൾ നമുക്കറിയാലോ, മലപ്പുറത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നൊരവസ്ഥയുണ്ട്. മലപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ നേരത്തെ തന്നെ ഷിബിലിയോട് പേരെടുത്ത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതായത് മലപ്പുറത്ത് കൂടി ഈ പറയുന്ന നോമ്പ് കാലത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ വെള്ളം പോലും കിട്ടില്ല, നെഞ്ചുവേദന വന്നിട്ട് പോലും ഒരാൾക്ക് വെള്ളം കൊടുത്തിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അതൊക്കെ ഒരിക്കലും നടക്കാത്ത സംഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളൊക്കെ മലപ്പുറത്ത് കൂടി നിരവധി തവണ സഞ്ചരിച്ചിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ആഴ്ച പോലും നമ്മളവിടെ പോയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യർ പ്രകടിപ്പിക്കുന്ന സ്നേഹവും എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ നമുക്കറിയാലോ, ഇപ്പം പാലായ്ക്കടുത്തുള്ള ഒരു സ്ഥലം നമുക്കറിയാലോ, ഈരാറ്റുപേട്ട. ആ ഈരാറ്റുപേട്ടയെ അദ്ദേഹം വിളിച്ചത് മിനി താലിബാൻ എന്നാണ്.
അപ്പോൾ അത്തരത്തിൽ മുസ്ലിം ലീഗിനെ അദ്ദേഹം വിളിക്കുന്നത് പച്ച വർഗീയവാദികളാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ എനിക്ക് അദ്ദേഹത്തോട് വല്ലാത്ത വിയോജിപ്പുണ്ട്. നേരത്തെ അദ്ദേഹം ഇത്തരത്തിലുള്ള എക്സ്ട്രീം സ്റ്റെപ്പുകൾ എടുത്തിരുന്നില്ല. അദ്ദേഹം ബുദ്ധിയില്ലാത്ത കഴിവില്ലാത്ത ഒരാളാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ലോകത്ത് നടക്കുന്ന പൊളിറ്റിക്സിനെ കുറിച്ചും അത്യാവശ്യം ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചുമൊക്കെ വ്യക്തമായ ധാരണയുള്ള ഒരാളാണ്. പക്ഷേ ചില ധാരണ പിശകുകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം 6 മുതൽ 8 സീറ്റുകൾ വരെ കഴിഞ്ഞ ലോക്സഭയിൽ കേരളത്തിൽ കിട്ടിയേക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഇതിനു മുൻപ് തന്നെ മറുനാടൻ ഷാജനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂവിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ നിലപാടായിരുന്നു എൻ്റേത്. പക്ഷേ ഞാൻ അദ്ദേഹവുമായിട്ടൊരു വീഡിയോക്ക് ഇരിക്കേണ്ടി വരികയും അദ്ദേഹം എന്നോട് ആ വിഷയമാണെന്ന് പറയാതെ തന്നെ സംസാരിച്ച് തുടങ്ങുകയൊക്കെ ചെയ്തപ്പോഴുള്ള ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ അതൊന്നും ഞാൻ വിശദമാക്കുന്നില്ല ഇതിനകത്ത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ എൻ്റെ നിലപാടുകൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കറിയാം ഒരു പ്രോ BJP സ്റ്റാൻഡ് എടുക്കുകയും ആ പ്രോ BJP സ്റ്റാൻഡ് എടുത്തുകൊണ്ട് തന്നെ ഒരു മുസ്ലിം എന്ന് പറയുന്ന സമുദായത്തെ തന്നെ പലപ്പോഴും ഇകഴ്ത്തി കാണിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ചില പ്രസ്താവനകൾ നടത്തുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആ നിലപാടുകൾ എടുത്തത് എന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു മിസ്റ്റേക്ക് ഈ കാര്യത്തിൽ പറ്റി എന്നുള്ളത് ഇപ്പോൾ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അതിൽ ഇപ്പം ഞാൻ അദ്ദേഹത്തെ അപഹസിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കുന്ന പോലെ കളിയാക്കാനോ തയ്യാറല്ല. അദ്ദേഹം ചാനൽ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ചിലപ്പോൾ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടാവും. കാരണം കേരള പോലീസാണ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ DGPക്കാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു യുദ്ധസമാനമായ സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും പെട്ടെന്നൊരു നടപടി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ നടപടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ തൽക്കാലത്തേക്ക് ഇന്ത്യയിൽ ആ ചാനൽ അവൈലബിൾ അല്ല എന്നാണ് കാണിക്കുന്നത്. പകരം കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വന്നേക്കാം. പക്ഷേ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിലപാടുകളോട് നമുക്ക് കടുത്ത വിയോജിപ്പാണ് എന്നുള്ളത് പറയാതെ വയ്യ. കുറേ നാളുകളായി അത് പറയണം എന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാൻ പല വീഡിയോകളിലും അത് ഇൻഡയറക്റ്റായി പേരെടുത്ത് പറയാതെ, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാൻ വ്യക്തിപരമായ ഒരു ബന്ധമുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പേരെടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും നിലപാടുകളിൽ തീർച്ചയായിട്ടും വ്യത്യസ്തതയുണ്ട്. ഇത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അദ്ദേഹം എന്നോട് മറുനാടൻ്റെ കാര്യത്തിൽ നീ മറ്റൊരു നിലപാടെടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിലപാട് ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ, അത് അവരവൻ്റെ ബോധ്യത്തിൽ എടുക്കേണ്ടതാണ് എന്നൊക്കെ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലും എൻ്റെ നിലപാട് ഇത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് കാര്യം. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തോട് ഇപ്പോഴും നമുക്ക് ഇഷ്ടക്കേടൊന്നും ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ആളുകൾ പറയുന്ന പോലെ കളിയാക്കാനോ അപഹസിക്കാനോ ഒന്നും നമ്മൾ തയ്യാറല്ല. പക്ഷേ പലപ്പോഴും വസ്തുതാവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നതായി കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. സാർ, ഇതുകൂടാതെ പല വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഷിബിലി, ഇത് ഇപ്പോൾ നമുക്കൊരു വാർത്ത ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊക്കെ തെറ്റുകൾ പറ്റാം. ഇപ്പോൾ നാളെ റോയിറ്റേഴ്സോ അല്ലെങ്കിൽ ഗാർഡിയനോ അല്ലെങ്കിൽ ഇപ്പോൾ BBC ഒക്കെ പ്രക്ഷേപണം ചെയ്യുന്ന ചില വാർത്തകൾ നമ്മൾ പോലും ശരിയാണെന്ന് വിചാരിച്ച് പ്രക്ഷേപണം ചെയ്യേണ്ടി വന്നേക്കാം. കാരണം ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ നടന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലായിടത്തും റിപ്പോർട്ട് ഉണ്ടാവുക, ഗ്രൗണ്ട് സീറോയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കലൊന്നും എളുപ്പമുള്ള കാര്യം അല്ല. നാഷണലി സംഭവിക്കുന്ന കാര്യങ്ങളിൽ നമ്മളിവിടുത്തെ ചാനലുകൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു കാരണവശാലും അവിടെ എല്ലാം പോയി കൃത്യമായി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കി റിപ്പോർട്ട് ചെയ്യണമെന്ന് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് തെറ്റുകളൊക്കെ ആർക്കും സംഭവിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ നാളെ എനിക്ക് സംഭവിക്കാം, മറ്റുള്ളവർക്കൊക്കെ സംഭവിക്കാം. പക്ഷേ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ മലയാള ചാനലുകൾ കൂടി പറ്റിയിട്ടുള്ള ചില അബദ്ധങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അവർ മനഃപൂർവ്വം ചെയ്ത തെറ്റുകളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ഒരു വ്യൂവർഷിപ്പ് കൂടുതൽ നേടാനുള്ള ഒരു ഇവൻ്റാക്കി നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളടക്കം ഇന്ത്യൻ നാഷണൽ മാധ്യമങ്ങളടക്കം ഇതിനെ മാറ്റുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അങ്ങനെ ഈവൻ്റാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് നാട്ടുകാരുടെ ഇടയിലോട്ട് കേട്ടാൽ ത്രസിക്കുന്ന ഇതുപോലെയുള്ള കള്ള വാർത്തകളൊക്കെ പലതും വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഞാനിപ്പോൾ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തൊരു വാർത്ത പറയാം. അതായത് രജൗരി ചാവേർ ആക്രമണമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടാത്തൊരു വാർത്തയാണ് എന്ന് പറഞ്ഞ് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ഥിരീകരിക്കപ്പെടാത്തൊരു വാർത്തയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരീകരിക്കപ്പെടാത്ത ചില വാർത്തകളൊക്കെ നമ്മളും പറഞ്ഞേക്കാം. പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഏതാണ്ട് ഒരു 70-80% നമുക്ക് ഉറപ്പ് ഉണ്ടാകണം അത് ശരിയാണെന്നുള്ളത്. പക്ഷെ അത്തരത്തിലല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നലെന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ
റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ വലിയ തോതിൽ അവർ റേറ്റിംഗിൽ മുന്നോട്ട് വരികയാണ്. കാരണം അവർ ഗംഭീരമായി ഇത് അവതരിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അവരുടെ ഡിസൈനും ലേഔട്ടും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗംഭീരമായി അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെ കണ്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ കണ്ടന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എയർപോർട്ടുകൾ അടച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാ എയർപോർട്ടുകളും അടച്ചു, വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ റഹീം തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉടനെ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് അവിടുത്തെ അധികാരികളോട് ചോദിക്കുന്നു. അപ്പോൾ അവരൊന്നും അറിഞ്ഞിട്ടില്ല. വേഗം തന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറിയാണ് അദ്ദേഹം തിരിച്ചിങ്ങോട്ട് എത്തിയത്. പക്ഷെ അപ്പോഴും ആളുകളൊക്കെ തന്നെ ഇതിപ്പോൾ അവസാനത്തെ ഫ്ലൈറ്റ് ആണല്ലോ, ഇനി ഫ്ലൈറ്റ് ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏതോ സംരംഭകൻ വന്ന് ചോദിച്ചു. കാരണം ആ സംരംഭകൻ്റെ ജനറൽ മാനേജറൊക്കെ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും ഈ പറയുന്ന ഫേക്ക് ന്യൂസുകളുടെ ഒരു വലിയ കാലം കൂടിയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന ചാനൽ യുദ്ധങ്ങൾ മുറുകുമ്പോഴുണ്ടാകാൻ പോകുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂവർഷിപ്പ് കിട്ടും. ആ വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇപ്പം എനിക്കൊക്കെ ഇരുന്ന് വളരെ ആവേശത്തോടു കൂടി യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറയാം. പക്ഷെ അങ്ങനെയൊന്നും വേണമെന്നില്ല. സത്യം അറിയേണ്ട താല്പര്യമുള്ളവർ ഇത് കേട്ടാൽ മതി. അല്ലാതെ കേൾക്കണം നിർബന്ധമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഉണ്ടായിട്ടുള്ളത്, മാതൃഭൂമി ന്യൂസിനും 24 ന്യൂസിനും പറ്റിയിട്ടുള്ളത് എവിടെ നിന്നാണ് ആ വാർത്ത കിട്ടിയതെന്ന് അറിയില്ല. ഒരേപോലെ അവർ റിപ്പോർട്ട് ചെയ്ത് കറാച്ചി തുറമുഖം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ കറാച്ചിയിൽ പിന്നീട് ആക്രമണം നടന്നിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. കഴിഞ്ഞ തവണ തന്നെ മാതൃഭൂമിക്ക് പറ്റിയൊരു അബദ്ധം അറിയാമല്ലോ. അതായത് ഉക്രൈനിലും റഷ്യ വാറിനിടക്ക് ഒരു ഗെയിമിൻ്റെ ദൃശ്യങ്ങളെടുത്ത് അങ്ങോട്ട് പ്രദർശിപ്പിച്ചിരുന്നു. ഈ പറയുന്ന ഗെയിം അവിടെ വന്ന് മറ്റേ മിസൈൽ ഇട്ടിട്ട് പോകുന്നതാണ് എന്ന് പറഞ്ഞൊരു ഫൈറ്റർ ജെറ്റിൻ്റെ വീഡിയോ എടുത്ത് പ്രദർശിപ്പിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിനുശേഷം എന്താണ് തെറ്റുപറ്റിയെന്നും പോലും പറയാതെ ഹാഷ്മി താജ് ഇബ്രാഹിം അദ്ദേഹം വന്ന് മാതൃഭൂമി ന്യൂസിലാണ്. അദ്ദേഹം വന്നൊരു മാപ്പ് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വീഡിയോ ദൃശ്യം കാണിച്ചതിൽ ഒരു തെറ്റുപറ്റി, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴും വീഡിയോ ദൃശ്യം എന്താണ് തെറ്റുപറ്റിയത് എന്നൊന്നും കൃത്യമായി പറഞ്ഞില്ല. പക്ഷെ അതൊക്കെ സംഭവിക്കാം. കാരണം ഏറ്റവും ആദ്യമേ തന്നെ ഈ വാർത്ത കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു വേഗതയിൽ പറ്റുന്ന മിസ്റ്റേക്കൊക്കെ ആയിരിക്കാം. ഇത് ഫിലാഡൽഫിയയിലെ ഒരു വിമാനാപകടത്തിൻ്റെ ദൃശ്യമാണ് യഥാർത്ഥത്തിൽ ഈ കറാച്ചി തുറമുഖ ആക്രമണം എന്ന് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 24 ന്യൂസിലെ പാക് മിസൈലുകളെ ഇന്ത്യ നിർവീര്യമാക്കി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കാണിച്ചു. അത് യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ അയൺ ഡോം ഉപയോഗിച്ച് മറ്റേ പല ഹമാസിൻ്റെ മിസൈലുകളെ നിർവീര്യമാക്കുന്നൊരു വീഡിയോ ആയിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതുപോലെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ പറയുന്ന എല്ലാ എയർപോർട്ടുകളും അടച്ചു എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ബിനീഷ് കൊടിയേരിയൊക്കെ എടുത്ത ഉടനെ തന്നെ ഫേസ്ബുക്കിലിട്ടു. അങ്ങനെ നിരവധി പേര് ഷെയർ ചെയ്തു. ആ ഷെയർ ചെയ്തവർക്കൊക്കെ അബദ്ധം പറ്റി. കാരണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഈ യുദ്ധകാലത്ത് വരുന്ന വാർത്തകളെ കൂടി നിങ്ങൾ കൂടി സെൻസർ ചെയ്യേണ്ടതാണ്. ഏതെടുക്കണം ഏതെടുക്കേണ്ട എന്നൊക്കെ ഉള്ളത്. കാരണം യുദ്ധം ഇത്തരത്തിലുള്ള വലിയൊരു വാർത്താ വിസ്ഫോടനത്തിൻ്റെ കാലം കൂടിയാണ്. അത് വ്യാജ വാർത്തകളുടെയും ഡിജിറ്റൽ വാറിൻ്റെയും കാലം കൂടിയാണ്. ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വെച്ച് വേണം നിങ്ങൾ കഴിഞ്ഞ തവണത്തെ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുമൊക്കെ വായിക്കാൻ. ഇപ്പോൾ VT ബൽറാം, ഞാനത് വിസ്തരിക്കുന്നില്ല ഇവിടെ. VT ബൽറാം തന്നെ സ്വന്തം ഫേസ്ബുക്കിൽ ഇതുപോലെ നിരവധി വ്യാജ വാർത്തകളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ അതുപോലെയൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് പലപ്പോഴും വ്യാജം ഏതാണ് ശരി ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളൊക്കെ വളരെ സൂക്ഷ്മതയോട് കൃത്യമായി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പാക് പാർലമെൻറ്റിൽ മുൻ മറ്റേ പാകിസ്ഥാൻ പട്ടാള മേധാവികളിൽ ഒരാളായിരുന്ന താഹിർ ഇസ്ബാൽ, അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ MP ആണ്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞ വാർത്ത ഉണ്ടായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ആ വീഡിയോ കണ്ടിട്ട് പോലും ഞാനിത് വ്യാജമാണോ ശരിയാണോ എന്നൊക്കെ ഒന്നും കൂടി പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത് വീഡിയോയിൽ പറയാൻ തയ്യാറായത്. അപ്പം ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളുടെ വിളനിലം കൂടിയാണ് യുദ്ധമുഖങ്ങളും ഇത്തരത്തിലുള്ള സംഭവങ്ങളും. പിന്നെ ഇതെല്ലാം തന്നെ ഒരു ആളുകളിൽ കാണാനുള്ളൊരു താല്പര്യം ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് ആരാണ് ഇതുവരെ മറ്റുള്ളവർ പറയാത്ത സാധാരണ വാർത്തകളല്ലാതെ എക്സ്ട്രാ പറയുന്നത് എന്നുകൂടി ജനം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വേഗതയിൽ പറ്റുന്ന ചില അബദ്ധങ്ങൾ കൂടിയാണിത്. മനഃപൂർവ്വമായി ആരെങ്കിലും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.